പത്തനംതിട്ടയിൽ മദ്യപിച്ച പോലീസ് ജീപ്പ് ഓടിച്ച ഡാൻസ് സ്റ്റാഫ് ഉദ്യോഗസ്ഥർ. പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കീഴിലുള്ള ഡാൻസ് സ്റ്റാഫ് ഉദ്യോഗസ്ഥരാണ് മദ്യപിച്ച പോലീസ് ജീപ്പ് ഓടിച്ചത്. ഉദ്യോഗസ്ഥർ ഓടിച്ച ജീപ്പ് നിയന്ത്രണം വിടുകയായിരുന്നു. പിന്നീട് നിയന്ത്രണം വിട്ട ജീപ്പ് നാട്ടുകാർ തടഞ്ഞുവെച്ചു. നാട്ടുകാർ തടഞ്ഞുവെച്ചതിനെ തുടർന്ന് വാഹനത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങി ഓടുന്ന സാഹചര്യം. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. പ്രസാദ് എംജിയുണ്ട്. പ്രസാദ്, എങ്ങനെയാണ് വിവരങ്ങൾ? നാടകീയമായ രംഗങ്ങളാണ് വൈകുന്നേരത്തെ പത്തനംതിട്ട നഗരത്തിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്ററിന് ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ ഡാൻസ് സ്റ്റാഫ് ഉദ്യോഗസ്ഥനും കൂടെയുള്ള നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഇറങ്ങി ഓടുന്ന ഉദ്യോഗസ്ഥൻ കൂടി ഒരു പക്ഷെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ യാത്ര അയക്കാനോ വേണ്ടിയായിരിക്കാം ഈ ഡിവൈഎസ്പി ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ഈ ജീപ്പ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇദ്ദേഹം മദ്യപിച്ച് നല്ല ലക്ക് കെട്ട് മദ്യപിച്ചതിന് ശേഷമാണ് ഈ ജീപ്പ് ഓടിച്ച് ഇദ്ദേഹത്തെ ബസ് സ്റ്റോപ്പിലേക്ക് വിടാനെന്നാണ് ഉള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെങ്കിൽ ഈ ലക്ക് കെട്ട് വണ്ടി ഓടിക്ക് മുന്നോട്ട് ചെല്ലുകയും തിരക്കുള്ള ഈ റോഡിൽ കൂടെ ആയപ്പോഴത്തേന് അലക്ഷ്യമായി ഒരു മുമ്പിൽ പോയ ഒരു വനിതാ ഓട്ടോയെ തലനാരിക്കിടയ്ക്കാണ് അപകടം ഉണ്ടാകുക തന്നെ രക്ഷപ്പെട്ട് ഇത് ഒരു സൈഡിലേക്ക് മാറ്റുകയും ഓടിക്കൂടിയ പുറകിൽ ഈ വണ്ടി ജീപ്പ് അലക്ഷ്യമായി ഓടുന്ന കണ്ടിട്ട് നാട്ടുകാർ ഈ വണ്ടിക്ക് മുമ്പിൽ ഓടിയെത്തുകയും ചുറ്റും ഓടിക്കൂടിയപ്പോൾ തന്നെ ഈ അബോധാവസ്ഥയിലല്ലാത്ത ഉദ്യോഗസ്ഥൻ മുഖം മറച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓടുന്ന ദൃശ്യം കാണാം. തുടർന്ന് തന്നെയാണ് നാട്ടുകാർ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഡാൻസ് സ്റ്റാഫ് ഉദ്യോഗസ്ഥന് വണ്ടി ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അയാൾ മയങ്ങി ഇരിക്കുകയാണ്. തുടർന്ന് തന്നെ ഡിവൈഎസ്പി ഓഫീസിൽ അറിയിക്കുകയും അവിടുന്ന് തന്നെ വേറൊരു പോലീസ് ചീഫ് എത്തി ഈ ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുക്കുകയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഇദ്ദേഹം ലഹരിക്ക് മദ്യപിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ ഉണ്ടെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വിവരം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ആർ ആനന്ദിനെ അറിയിക്കുകയും ആനന്ദ് റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പം ഓടിക്കൂടിയ നാട്ടുകാർക്ക് നമുക്ക് ആ ദൃശ്യത്തിൽ പറയുന്നുണ്ട്, ഇവനെ അങ്ങനെ വിട്ടാൽ പോരാ, നമ്മൾ ഇതുപോലെ വണ്ടി പോകുമ്പോൾ ഈ പെറ്റിയടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും രസകരമായ ഒരു കാര്യത്തിനും കൂടിയാണ് ഈ ദൃശ്യം നമുക്ക് മുന്നറിയിപ്പ് തരുന്നതും കൂടി കാർത്തു. ശരി, വ്യക്തമാണ്. പ്രസാദ് എംജിയാണ് വിവരങ്ങൾ നൽകിയത്.